ഹലോ, ശിവരാത്രി ദിവസം നമ്മൾ അമ്പലത്തിലേക്ക് പോയപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയതായിരുന്നേ. ആദിയോഗി ട്രസ്റ്റുമായിട്ട് കൊളാബ് ചെയ്തിട്ട് അമ്പലത്തിൽ രുദ്രാക്ഷ വിതരണം ഉണ്ടായിരുന്നു. നമ്മൾ നല്ല വലിയ ക്യൂവിൽ നിന്നൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. കുറേ നാളായിട്ട് ഒരു ഒറിജിനൽ രുദ്രാക്ഷം വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയില്ലല്ലോ അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന്. അപ്പം ഇങ്ങനെ തരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം രുദ്രാക്ഷമാണെന്ന്. അപ്പോൾ വെൽ പാക്ഡ് സാധനമായിരുന്നേ. ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് പാക്കിങ്ങിലൊന്നും ഒരു കോംപ്രമൈസും അതിൽ ചെയ്തിട്ടില്ല. ഒന്നിൽ നൂലുണ്ടായിരുന്നു, ഒന്നിൽ 2 രുദ്രാക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രുദ്രാക്ഷം എന്ന് പറയുന്നത് പഞ്ചമുഖ രുദ്രാക്ഷയാണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ആർക്ക് വേണോ അത് ധരിക്കാൻ പറ്റും. അപ്പോൾ അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ അതിൽ ആദ്യം കാണുന്ന ആ ഒരു കാർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാർഡിലല്ല, ഒരു നോട്ടീസ് പോലെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാർഡ് ആദിയോഗിയുടെ കാർഡും കൂടെയാണ് തന്നിരുന്നത്. പിന്നെയുള്ളത് ഇത് ഭസ്മമാണേ. ഭസ്മമൊക്കെ വെൽ പാക്ഡ് ആയിരുന്നു കേട്ടോ. ഞാനത് നൂലിൽ കോർത്തിട്ട് ആദിക്കുട്ടൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി അതിൻ്റെ പഞ്ചമുഖ രുദ്രാക്ഷത്തിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കുറച്ച് ഹെൽത്തി ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. രുദ്രാക്ഷത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.